ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ജിലേബിയാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഉഴുന്ന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഉഴുന്ന് നമ്മൾ നേരത്തെ അരച്ച് വെക്കരുത്. ഇത് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഈ മാവ് എടുത്തിട്ട് നമ്മൾ ജിലേബി ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ അരച്ച് വെച്ചേക്കുന്ന മാവാണിത്. ഇനി നമുക്ക് പഞ്ചസാര പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് പഞ്ചസാര പനി ആക്കണം. ആ പാനി അങ്ങനത്തെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവാവണം, നൂൽപ്പരുവാവരുത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് റോസ് എസൻസ് ആണ്. പിന്നെ ഫുഡ് കളർ ഒരു നുള്ള്. നമുക്കിതിലേക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സിപ്പ് ലോക്കിൻ്റെ കവറാണ്. ഈ കവറിൻ്റെ ഉള്ളിലാണ് നമ്മൾ മാവ് നിറച്ചിട്ട് നമ്മൾ ജിലേബി ഉണ്ടാക്കുക. അപ്പോൾ ഈ കവറിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒരു ഹോൾ ഇടുക. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര പനിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ പഞ്ചസാര ചേർക്കാം. നമുക്ക് 1/2 കപ്പ് വെള്ളവും ചേർക്കാം. ഇനി ഈ പഞ്ചസാര പനി നൂൽപ്പരുവ് ആവരുത്. ഇത് കൈ കൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആവണം. ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പനി റെഡി ആയിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആവുന്നുണ്ട്. ഇങ്ങനെ ഈ നൂൽപ്പരുവ് ആവരുത്. അതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യണത്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ചേർക്കാം. ഇനി ഇതിലേക്ക് വൈറ്റ് റോസ് എസൻസ് ഒഴിക്കുക. അപ്പം നമ്മുടെ ജിലേബി ഉണ്ടാക്കാനുള്ള പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ആ പഞ്ചസാര പാനി നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിലേബി അതിനകത്ത് മുക്കി പിടിക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് മുങ്ങിയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പാനി കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഞാനതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്നിട്ടുള്ളൊരു പാൻ എടുക്കുക. പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ജിലേബിയുടെ മാവ് നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിലേക്ക് ജിലേബിയുടെ ഷേപ്പിൽ മാവ് ചിറ്റാൻ വേണ്ടി പോവാണ്. ഈ ജിലേബി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവില്ല. നമ്മുടെ ഏട്ടാതിയിട്ട് ജിലേബി വെന്തിട്ടുണ്ട്. നമ്മൾ ചൂടോടുകൂടി തന്നെ എടുത്തിട്ട് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇടണം. ആ പാനിയിലേക്ക് ഇട്ട വഴിക്ക് തന്നെ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ മുക്കി പിടിക്കണം. നേരത്തെ കുറച്ച് നേരം എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാര പാനി ജിലേബിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറുള്ളൂ. അപ്പോൾ നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിന് മുമ്പ് പതുക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം.